അലക്സ് റാം മുഹമ്മദ് തുടരുന്നു. അലക്സ്, അതിനകത്ത് ഗവർണർ ഈ പറയുന്ന ഫേസ് ഓഫിൽ ആദ്യമായി കാര്യം പറയുന്നത് എൻ്റെ ചിന്ത ഞാൻ നടപ്പാക്കും എന്ന് തന്നെ പറയുകയാണ്. അതിന് വേണമെങ്കിൽ അതിനൊരു വെല്ലുവിളിയുടെ സ്വഭാവമായി കാണാവുന്നതാണ്. അതേസമയം ഏറ്റുമുട്ടാനില്ല എന്ന് ഗവർണർ പറയുന്നുമുണ്ട്. ഈ ഗവർണർ ഏത് രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരാനാണ് പോലീസിന്റെ ആലോചന? ഹഷ്മി, അങ്ങേയറ്റം സുരക്ഷ, അങ്ങേയറ്റം പോലീസിന്റെ ബന്ദോബസ്ത് ഈ സർവകലാശാലയുടെ എല്ലാ മതിലുകളിലും പോലീസ് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. SFI പ്രവർത്തകർ ഗവർണർ പുറത്തിറങ്ങുമ്പോൾ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കും എന്ന ഉറച്ച നിലപാടിൽ ഈ കവാടത്തിന് മുന്നിൽ തുടരുന്നുണ്ട്. ഗവർണർക്കെതിരെ അവർ ബാനർ ഉയർത്തിയിട്ടുണ്ട്. RSSന്റെ തറവാട്ട് സ്വത്തല്ല രാജ്ഭവൻ എന്നവർ വ്യക്തമാക്കുന്നുണ്ട്. ഗവർണർ അകത്ത് RSSന്റെയും പഴയ ജനസംഘിന്റെയും CPMന്റെയും ഒക്കെ ബന്ധം പറയാനാണ്, അത് സാമാന്യവൽക്കരിക്കാനാണ് ശ്രമമെങ്കിൽ അതല്ല തങ്ങൾ ഉയർത്തുന്ന കാര്യമെന്നാണ് SFI പറയുന്നത്. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ, സർവകലാശാല പോലുള്ള കേന്ദ്രങ്ങളെ RSS വൽക്കരിക്കാനും കാവ്യവൽക്കരിക്കാനും അനുവദിക്കില്ല എന്നവർ വ്യക്തമാക്കുന്നുണ്ട്. അത്തരം ചിഹ്നങ്ങളും ബിംബങ്ങളുമുള്ള പരിപാടികളിൽ ഭരണഘടനാ തലവനായ ഗവർണർ പങ്കെടുക്കുകയാണെങ്കിൽ അതിനെതിരെയുള്ള SFIയുടെ പ്രതിഷേധം മുന്നോട്ട് വയ്ക്കും എന്നവർ പറയുന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് നമുക്കൊപ്പം ഉണ്ട്. സഞ്ജീവ്, ഇപ്പോൾ ഈ സമരം ഏത് വിധത്തിൽ തുടരാനാണ് ആലോചിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞു, ഇവിടെ ഗവർണർ എത്തിയിട്ടുള്ളത് അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ്. സ്വകാര്യ പരിപാടിയായിരിക്കാം, പക്ഷേ അവിടെ ഗവർണർ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന് ചില പ്രോട്ടോകോൾസ് ഉണ്ട്, അത് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അതിന് ഘടകവിരുദ്ധമായാണ് അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും സർവകലാശാലയിലാണ്, സെനറ്റ് ഹാളിലാണ്. വലിയ സമരം അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ഈ വഴിയിൽ ഗവർണർ തിരികെ പോകാൻ അനുവദിക്കാൻ കഴിയില്ല. ഗവർണർക്കെതിരെ അങ്ങേയറ്റ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ഘട്ടത്തിലും ഇങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഓരോ വഴികളിലും മറ്റൊരു പുറകിലൂടെയുള്ള വഴി ഗവർണർ കണ്ടെത്തേണ്ടതായി വരും. ഇപ്പോൾ ഈ മുന്നിലൂടെ വരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പുറകിലൂടെ പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പുറകിലൂട്ടുള്ള ഒരുപാട് വഴികൾ ഗവർണർ അങ്ങനെയാണെങ്കിൽ തേടേണ്ടതായി വരും. ഗവർണർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. അലക്സ്, ഇപ്പോൾ ഗവർണർ ഇപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. ഈ മെയിൻ വാതിൽ കൂടെ തന്നെയാണോ അതോ പിൻവാതിൽ കൂടി ഗവർണറെ കൊണ്ടുപോകാനാണ് പോലീസിന്റെ ആലോചന എന്നറിയില്ല. എന്തായാലും ഇവിടെ പുറത്ത് എന്താണ് SFI അവിടെ പ്രതിഷേധവുമായി നിൽക്കുന്നുണ്ട്. രാജ്ഭവൻ നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല എന്ന ബാനറോട് ഉയർത്തുന്നുണ്ട്. നേരത്തെ ഇതുപോലൊരു രാക്കാലത്ത് കാലിക്കറ്റ് സർവകലാശാലയിൽ നമ്മൾ കണ്ടതാണ് SFIയുടെ അസംഖ്യം ബാനറുകൾ. അവിടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ കടുത്ത പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടു. സമാനമായ മറ്റൊരു എപ്പിസോഡിന് കൂടി കേരളം സാക്ഷ്യം വഹിക്കുന്നു. അത് അർലേക്കർ സർക്കാർ, അത് ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാർ ഏറ്റുമുട്ടലാണെങ്കിൽ ഇതിപ്പോൾ അർലേക്കർ സർക്കാർ ഏറ്റുമുട്ടൽ എന്ന മാറ്റം എന്ന ഒരു എന്താണ് വ്യത്യാസം മാത്രമേ അതിനുള്ളൂ. ഏതാണ്ട് സമാനമായ ബാനറുകൾ, സമാനമായ പ്രതിഷേധം. അന്ന് കുറച്ച് SFI പ്രവർത്തകരുടെ പങ്കാളിത്തം കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ പെട്ടെന്നാണ് പ്രതിഷേധം എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും പങ്കാളിത്തമില്ല എന്നത് മാത്രമേ ഉള്ളൂ. അർലേക്കർ കാറിൽ തന്നെ എനിക്കൊന്ന് പ്രധാന ഗേറ്റിൽ കൂടി തന്നെ ആണെന്ന് തോന്നുന്നു. അവിടെ SFIയുടെ പ്രതിഷേധം അവിടെ തുടരുന്നുണ്ട്. പോലീസ് ആക്ഷൻ ഉറപ്പായും അപ്പോൾ അവരെ നീക്കാനൊക്കെ അവിടെ വേണ്ടി വരും. എന്തായാലും ഗവർണർ അർലേക്കർ, രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. എൻ്റെ ആശയം ഞാൻ നടപ്പാക്കും എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. അത് എൻ്റെ ആശയം എന്ന് പറയുമ്പോൾ അത് പ്രത്യയശാസ്ത്രമായി അർലേക്കറുടെ ആശയം RSSന്റെ ആശയമാണ്. അത് നടപ്പാക്കും എന്ന് തന്നെയാണ് ഗവർണർ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ആശയമായ വിശ്വാസവുമായി ഞാൻ ഏറ്റുമുട്ടാൻ വരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കൺഫ്രണ്ടേഷൻ ഞാനില്ല, ഏറ്റുമുട്ടലിന് ഞാനില്ല എന്ന് ഗവർണർ പറയുമ്പോഴും ഇത് സ്വകാര്യ പരിപാടിയാണ്. ഇത് രാജ്ഭവനിൽ ഈ പറയുന്ന കാവിക്കൊടി എന്തി RSSന്റെ പ്രതീകാത്മക ചിത്രം വെക്കുന്നു. അവിടെ ശിവൻകുട്ടി അതിർത്തി പ്രകടിച്ച പരിപാടി ബഹിഷ്കരിച്ചിറങ്ങി വരുന്നു. അതിനു മുമ്പ് മന്ത്രി P പ്രസാദ് സമാനമായ സംഭവത്തിൽപ്പെടുന്നു. അതിനുശേഷവും ഈ പ്രതീകാത്മക ചിത്രവുമായി തന്നെയാണ് രാജ്ഭവനിലേക്ക് ഗവർണർ വരുന്നത്. ഗവർണർ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലും ഇതൊരു സ്വകാര്യ പരിപാടിയാണ് എന്ന് പറയുമ്പോൾ പോലും ഗവർണർ പങ്കെടുക്കുമ്പോൾ അതിന് ഗവർണർ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ തലവൻ്റെ പദവി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പങ്കെടുക്കുമ്പോൾ അതിന് മറ്റൊരു പ്രോട്ടോകോൾ ഉറപ്പായുമുണ്ട്. അപ്പോൾ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ ആ പ്രതീകാത്മക ചിത്രം, RSSന്റെ ആ സിംബോളിക് ചിത്രം കൊണ്ടുപോവുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നം അത് ചെറുതാവില്ല. സലീമാലേക്ക് ചേർന്നുണ്ട്. സലീമ, ഗവർണർ പോയത് ഏത് വഴിയാണ്? സാധാരണഗതിയിൽ പുറത്തിറങ്ങുന്ന വഴി, അതായത് ഈ സെനറ്റ് ഹാളിന്റെ ഭാഗത്ത് നിന്ന് നേരെ മുന്നിലേക്ക് പോവുക എന്നുള്ളതാണ് സാധാരണ രീതി. അങ്ങനെ ഇന്നും സമാനമായ നിലയിൽ തന്നെ മുന്നിലേക്ക് പോയതിനു ശേഷം വീണ്ടും യൂട്ടേൺ അടിച്ച് ഗവർണർ പുറകുവശം വഴി പോവുകയായിരുന്നു. സാധാരണഗതിയിൽ ഈ വശം വഴി തിരികെ പോകാൻ കഴിയില്ല, നേരെ വരുന്ന വഴിയാണ്. അവിടേക്കാണ് ഗവർണർ ഇപ്പോൾ തിരികെ പോയി പുറകുവശം വഴി പോകുന്നത്. കനത്ത സുരക്ഷയിലാണ് ഗവർണറെ ഇവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. ഒരു പോലീസിന്റെ കനത്ത ബന്ദോബസ്തയ്ക്ക് നടുവിലൂടെയാണ് ഗവർണർ ഈ കാറിലേക്ക് കയറിയത്. കാറിലേക്ക് കയറിയപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ഈ പ്രതിഷേധത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ കൈകൂപ്പിക്കൊണ്ടായിരുന്നു മറുപടി നൽകിയത്. ഒരു കൈകൂപ്പൽ മാത്രമായിരുന്നു, ഒന്നും പറയുന്നില്ല എന്നുള്ള നിലപാടാണ് ആ വിഷയത്തിൽ ഗവർണർ സ്വീകരിച്ചത്. അതേസമയം ആ പ്രസംഗവേദിയിൽ വെച്ച് ഗവർണർ ഈ വിഷയങ്ങളെ കുറിച്ച് രൂക്ഷമായി വളരെ സമയം സംസാരിക്കുകയും ചെയ്തു. സലീമ, പിന്നാലെ ഒരു വഴി കൂടെ ഇറങ്ങിപ്പോയി ഗവർണർ. ഇപ്പോൾ അവിടെ SFI പറയുകയായിരുന്നു
ഇത്തരത്തിലാണെന്നെങ്കിൽ എല്ലാ പരിപാടിയിലും ഒരു പിൻവഴി കണ്ടെത്തേണ്ടി വരും ഗവർണർ എന്ന് പറയുകയായിരുന്നു. മറ്റൊരു വഴി കൂടെ പുറത്തേക്ക് പോയെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ നിന്നും പുറത്തേക്ക് പോയി ഇവിടെ നിന്നും പുറത്തേക്ക് ഗവർണറെ കൊണ്ടുപോയിട്ടുണ്ട്. അതൊരു പുറകുവശം വഴി, സർവകലാശാലയുടെ പുറകുവശം വഴിയുള്ള ഗേറ്റ്. അത് സാധാരണഗതിയിൽ ആളുകൾ പുറത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ഗേറ്റ് അല്ല. ആ ഗേറ്റിലൂടെയാണ് ഗവർണറെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. SFI പ്രവർത്തകർ പറയുന്നത് പോലെ തന്നെ പുറകുവശം വഴി തന്നെയാണ് ഗവർണർ പോയത് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോഴും ഗവർണർ അതിശക്തമായ ഭാഷയിലാണ് ഇന്നത്തെ പ്രതിഷേധത്തെക്കുറിച്ച് സംസാരിച്ചത്. ഈ പ്രസംഗം തുടങ്ങുമ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ദീർഘനേരം സംസാരിക്കുന്നതിന് മുൻപ് തന്നെ താൻ എന്തുകൊണ്ട് വൈകിയെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അതൊക്കെ ചില നേരത്ത് ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ആരെയും കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിക്കൊണ്ടാണ് പ്രഭാഷണം ആരംഭിച്ചത്. പ്രസംഗം വളരെ നേരം അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസാരിച്ച് ഇന്ദിരാഗാന്ധിയുടെ ക്രൂരതകളെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിൽ വീണ്ടും ഗവർണർ നടത്തിയ പോയിന്റ് ഈ പ്രതിഷേധത്തിലായിരുന്നു. ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സംസാരിക്കുന്നവർ തന്നെ, അത് CPIM ഉദ്ദേശിച്ചാണ് എന്നവർ തന്നെ ഇപ്പോഴും തന്നെ സംസാരിക്കാൻ കഴിയുന്നില്ല, തന്നെ ഒരു സ്ഥലത്ത് പ്രവേശിപ്പിക്കില്ല എന്ന് പറയുന്നതിൽ എന്ത് തരം ജനാധിപത്യമാണുള്ളതെന്ന് മനസ്സിലാകുന്നില്ല. അടിയന്തരാവസ്ഥ പിന്നിട്ട് 50 വർഷം കഴിയുമ്പോഴും അതേ നിലയിലാണ് ഇവർ തുടരുന്നത് എന്ന് തോന്നുന്നു. ഇന്ദിരാഗാന്ധിയുടെ അതേ അടിയന്തരാവസ്ഥയാണ് ഇവർ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടുന്ന് മടങ്ങിയിരിക്കുന്നു. SFI പ്രവർത്തക പ്രതിഷേധമായി അവിടെ സർവകലാശാലയുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ആ ബാനറുമായി അവർ തെരുവിലേക്ക് ഇറങ്ങുന്നു. വി വാണ്ട് ടു സേ സംതിങ് വൺസ് മോർ മിസ്റ്റർ ഗവർണർ. ഈ രാജ്ഭവൻ RSSന്റെ തറവാട്ട് സ്വത്തല്ല എന്നതാണ് ആ ബാനർ. അതോടൊപ്പം തന്നെ നേരത്തെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് സെക്യുലർ ടു ഓൾ സിറ്റിസൺ ജസ്റ്റിസ് ലിബർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി തുടങ്ങിയ നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളടക്കം പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധം കണ്ടു. അലക്സ് റാമോമ തുടരുന്നു. അലക്സ്, അപ്പോൾ പ്രതിഷേധം തെരുവിലേക്ക് ഇറങ്ങുന്നു അല്ലേ? ഹാഷ്മി, തീർച്ചയായും ഗവർണർ നേരത്തെ SFI പ്രവർത്തകർ പറഞ്ഞതുപോലെ ഒരു പിൻവഴിയിലൂടെ ഗവർണർ രാജ്ഭവനിലേക്ക് പോയി. ഈ സർവകലാശാലയ്ക്ക് മുന്നിൽ SFIയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം ഒഴിവാക്കി ഗവർണറുടെ വാഹനം, ഗവർണറുടെ കോൺവോയ് രാജ്ഭവനിലേക്ക് പോകുന്നതാണ് കണ്ടത്. അവരുടെ പ്രതിഷേധ പ്രകടനം SFI നടത്തുകയാണ്. രക്തസാക്ഷി മണ്ഡപത്തിലേക്കാണ് അവർ ഈ പ്രകടനം നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സഞ്ജീവ, ഗവർണർ പുറകിലെ വാതിൽ വഴി പോയി. പറഞ്ഞല്ലോ, ഗവർണർ ഈ പ്രതിഷേധ രീതികൾ കണ്ടു പരിചയമില്ലെങ്കിൽ, സംഘപരിവാറിന്റെ ക്യാമ്പുകളിൽ ഇതൊന്നുമില്ലെങ്കിൽ, സമരം ചെയ്ത് ജീവിതം മുഴുവൻ സമരമാക്കിയിട്ടുള്ള സംഘടനകളുടെ ഭാഗമായി ഉയർന്നു വന്നതാണ് ഞങ്ങൾ. ഒരു ഘട്ടത്തിൽ പോലും ഇനി ഈ നിലയിൽ ഗവർണർ മുന്നോട്ട് പോകില്ല. ശക്തമായ സമരം ഉണ്ടാവും. 1000 പിൻവാതിലുകൾ ഗവർണർ കണ്ടെത്തേണ്ടി വരും. എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ പിൻവാതിൽ കണ്ടെത്താൻ രാജ്ഭവൻ തയ്യാറായിക്കോളും. തീർച്ചയായും, എന്താ സംശയം? ഈ സമരത്തിന്റെ ബാക്കി പത്രമാണല്ലോ, ഇറങ്ങി ഓടേണ്ടി വന്നല്ലോ പുറകിലൂടെ. ഞങ്ങൾക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. വിദ്യാർത്ഥി വിരുദ്ധമായി, ഭരണഘടനാ വിരുദ്ധമായി നിലപാടെടുത്താൽ ഇനിയും ശക്തമായ സമരം ഉണ്ടാകും. ഹാഷ്മി, അതാണ് ഗവർണർ പിൻവാതിൽ വഴി ഇറങ്ങി ഓടിയെന്നാണ് SFI പറയുന്നത്. ഇനിയും കൂടുതൽ പിൻവാതിലുകൾ ഗവർണർക്ക് കണ്ടെത്തേണ്ടി വരും. ഇത്തരത്തിൽ ഭരണഘടനാ തത്വങ്ങൾ എതിർക്കുന്ന, അത് ലംഘിക്കുന്ന പരിപാടികൾ ഗവർണർ സംഘടിപ്പിച്ചാൽ ഗവർണർക്ക് കൂടുതൽ പിൻവാതിലുകൾ ഏർപ്പെടുത്തേണ്ടി വരും. ഈ പ്രതിഷേധം SFI തുടരും എന്നും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നു. ഹാഷ്മി, സംഘർഷഭരിതമായ രാത്രിയും എന്തായാലും വലിയ ഗവർണർ മറ്റു വഴി കൂടെ പോയതിനാൽ വേറൊരു കരിങ്കൊടിയോ അല്ലെങ്കിൽ വാഹനത്തിന് മുന്നിലേക്ക് ചാടലോ തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവായി.